നമസ്കാരം. അനു ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. 8ാം തരത്തിലെ കേരള പാഠാവലി 5ാമത്തെ യൂണിറ്റ് വിത്തും വിത്തവും. ഈ യൂണിറ്റിലെ ആദ്യത്തെ പാഠമാണ് ഇന്നത്തെ ക്ലാസ്. മുരളീധരൻ തഴക്കര എഴുതിയ കാർഷികാചാരങ്ങൾ കാഴ്ചയും വിചാരവും. ഈ കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ള ലേഖനമാണ് കപ്പവാട്ടിൻ്റെ കഥ. ഇനി നമുക്ക് എഴുത്തുകാരനെ പരിചയപ്പെടാം. മുരളീധരൻ തഴക്കര, ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കരയ്ക്കടുത്ത് തഴക്കരയിൽ ജനനം. ശ്രദ്ധേയനായ മലയാളം ഫാം ജേർണലിസ്റ്റാണ് അദ്ദേഹം. 28 വർഷം തുടർച്ചയായി ആകാശവാണിയിൽ വയലും വീടും എന്ന ഫോണിൻ പരിപാടി അവതരിപ്പിച്ചു. പ്രധാന കൃതികൾ: കൃഷിയുടെ നന്മ പാഠങ്ങൾ, കൃഷിയിലെ നാട്ടറിവ്, തേൻ നുകരാം പണം നേടാം, ഓർമ്മയിലെ കൃഷിക്കാഴ്ചകൾ, സ്മൃതിഗന്ധികൾ പൂക്കുമ്പോൾ. അദ്ദേഹത്തിന് ലഭിച്ച പുരസ്കാരങ്ങൾ: ആകാശവാണി ദേശീയ അവാർഡ്. ഇനി യൂണിറ്റിൻ്റെ പ്രവേശകമായി നൽകിയിരിക്കുന്ന എ അയ്യപ്പൻ രചിച്ച വരികൾ കൂടി വായിക്കാം. വിത്ത്. മണ്ണ് ചോദിച്ചു മരത്തിനോട്, മരമേ മരമേ ഒരു വിത്തുതാ, എല്ലാ വിത്തും മണ്ണിനു നൽകി, മരത്തിനൊരുപാട് മക്കളുണ്ടായി. ചോദ്യം: എല്ലാ വിത്തും മരം മണ്ണിന് നൽകിയപ്പോൾ എന്തെല്ലാം മാറ്റങ്ങളാണ് സംഭവിച്ചത്? ചർച്ച ചെയ്യുക. മണ്ണിനെ അമ്മയായി കാണേണ്ടതുണ്ട്. ഇവിടെ മണ്ണ് മരത്തിനോട് വിത്തു തരുമോ എന്ന് ചോദിക്കുന്നു. ഒരു വിത്തുത. ആ ചോദ്യത്തിന് മരം എല്ലാ വിത്തും മണ്ണിന് നൽകി, മരത്തിന് ഒരുപാട് മക്കളുണ്ടായി. അപ്പോൾ ഒരു വിത്ത് മണ്ണിൽ വീഴുകയേ വേണ്ടൂ, അല്ലേ? അത് വളർന്ന് വലിയൊരു വൃക്ഷമാകാൻ. ഇവിടെ പ്രകൃതിയും അല്ലെങ്കിൽ പ്രകൃതിയിലെ മറ്റു ജീവജാലങ്ങളും ഭൂമിയും തമ്മിലുള്ള പാരസ്പര്യം, മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള പാരസ്പര്യം ഒക്കെയാണ് സൂചിപ്പിക്കുന്നത്. പ്രധാനമായും ഈ യൂണിറ്റ് കൃഷിയും കർഷകരും ഒക്കെയായി ബന്ധപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈ വരികളെ ആ രീതിയിലൊന്ന് വ്യാഖ്യാനിക്കാം. സസ്യജാലങ്ങളെ വളർത്തി ഭക്ഷ്യേതര വിഭവങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയയാണ് നമ്മൾ കൃഷി എന്ന് പറയുന്നത്. ഊഷരമായ മണ്ണിൽ വിത്ത് വിതച്ച് ഭൂമിയെ സഫലമാക്കുന്നത് കർഷകരാണ്. മണ്ണും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിലൂടെ പ്രകൃതി സംരക്ഷിക്കപ്പെടുന്നു. കാർഷിക വൃത്തിയാണ് ഭൂമിയിലെ മികച്ച സർഗപ്രവർത്തനം. ഇനി നമുക്ക് പാഠഭാഗം തുടങ്ങുന്നതിന് മുമ്പായി നൽകിയിരിക്കുന്ന അനുബന്ധ വാക്യത്തിൻ്റെ അർത്ഥം കൂടി മനസ്സിലാക്കാം. ഒറ്റയ്ക്ക് നട്ടാൽ വിളയുന്നതും ഒരുമിച്ചു നട്ടാൽ വിളയുന്നതും ഒരേ വിളവല്ല. ഒരാളുടെ അധ്വാനത്തിലൂടെ ലഭ്യമാകുന്ന വിളവല്ല വ്യക്തികൾ സംഘം ചേർന്ന് ചെയ്യുന്ന പ്രവൃത്തിയിലൂടെ ലഭ്യമാകുന്നത്. കൃഷിയും അനുബന്ധ പ്രവൃത്തികളും കൂട്ടായ്മയിലൂടെയാണ് ആസ്വാദ്യമാകുന്നതും വിജയത്തിലെത്തിച്ചേരുന്നതും. സമൂഹ വളർച്ചയുടെ ചരിത്രം പരിശോധിച്ചാൽ കൂട്ടായ അധ്വാനമാണ് ലോകത്തെ മാറ്റിമറിക്കുന്നതെന്ന് കാണാം. കൂട്ടായ പ്രവർത്തനത്തിലൂടെ രൂപപ്പെട്ട പ്രധാനപ്പെട്ട ഒന്നാണ് കാർഷിക സംസ്കൃതി. പരസ്പര ആശ്രയത്വമാണ് ജീവന്റെ നിലനിൽപ്പിന് തന്നെ ആധാരം. കപ്പവാട്ടിൻ്റെ കഥ. മലയാളിയുടെ വിശപ്പാറ്റിയ കാർഷിക വിളയായ കപ്പ അഥവാ മരച്ചീനിയുമായി ബന്ധപ്പെട്ടു വരുന്ന കൂട്ടായ്മയുടെ ഉത്സവമാണ് കപ്പവാട്ടിൻ്റെ കഥ. കപ്പ വിളവെടുപ്പിന് പാകമായാൽ 1 വർഷത്തേക്കുള്ള ഉപയോഗത്തിന് സൂക്ഷിച്ചു വയ്ക്കാൻ കപ്പ പറിച്ചെടുത്ത് ഒരുക്കി പാകപ്പെടുത്തുന്ന പ്രവൃത്തിയാണ് ലേഖനത്തിലെ കേന്ദ്ര പ്രതിപാദ്യം. കുടുംബങ്ങളിൽ പ്രായഭേദമന്യേ എല്ലാവരും അയൽപ്പക്കക്കാരും ചേരുന്ന കൂട്ടങ്ങൾ കപ്പവാട്ടിനെ ആഘോഷമാക്കി മാറ്റിയിരുന്നു. ഭക്ഷ്യസുരക്ഷ എന്ന വലിയ ദൗത്യത്തിൽ ഏർപ്പെട്ടിരുന്ന കർഷകരുടെ കൃഷിഭൂമി റബ്ബർ കൃഷിക്കും മറ്റും വഴിമാറിയതോടെ കപ്പ വിളവെടുപ്പ് ഉത്സവം കേവലം ഒരു കഥയായി മാറുന്നു. ഓരോരുത്തരും എല്ലാവർക്കും വേണ്ടി, എല്ലാവരും ഓരോരുത്തർക്കും വേണ്ടി എന്ന ഉദാത്തമായ ആശയമാണ് ഈ ലേഖനം മുന്നോട്ട് വയ്ക്കുന്നത്. ഇനി നമുക്ക് പാഠഭാഗം വായിക്കാം. മലനാട്ടിലെയും ഇടനാട്ടിലെയും ഉൾനാടൻ ഗ്രാമങ്ങളാണ് കപ്പവാട്ടിൻ്റെ അണിയറയും അരങ്ങും. മലയാളിയുടെ വിശപ്പാറ്റിയ വിളയായ കപ്പ അഥവാ മരച്ചീനിയുമായി ബന്ധപ്പെട്ട കൂട്ടായ്മയുടെ കഥയാണ് പറയുന്നത്. കഠിനാധ്വാനികളായ കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും നിത്യഭക്ഷണത്തിലെ പോഷക സമ്പുഷ്ടമായ കോമ്പിനേഷനായിരുന്നു കപ്പയും മീനും.
2 പതിറ്റാണ്ട് മുമ്പ് വരെ കേരളത്തിലെമ്പാടും സമൃദ്ധമായി മരച്ചീനി വിളഞ്ഞിരുന്ന മലമ്പുരയിടങ്ങളുണ്ടായിരുന്നു. സ്ഥിരമായി മരച്ചീനി കൃഷി ചെയ്തിരുന്ന ഈ പുരയിടങ്ങളെ ചീനിവിള എന്നാണ് വിളിച്ചു പോന്നിരുന്നത്. മലബാറിലേക്ക് കപ്പ കൃഷി പറിച്ചു നട്ടത് തിരുവിതാംകൂറിൽ നിന്നുള്ള കുടിയേറ്റ കർഷകരായിരുന്നു. മലബാറിന്റെ മണ്ണിൽ അധ്വാനത്തിന്റെ ഇതിഹാസം രചിച്ച സാഹസികരായ കുടിയേറ്റ കർഷകരെ ചേട്ടന്മാരെന്നാണ് വടക്കേ മലബാറുകാർ വിളിച്ചു പോന്നത്. അതുകൊണ്ട് തന്നെ കപ്പ ചേട്ടന്മാരുടെ വിളയായിരുന്നു അവർക്ക്. ഡിസംബർ ജനുവരി മാസമായാൽ മലനാട്ടിലും ഇടനാട്ടിലുമെല്ലാം കപ്പവാട്ടിൻ്റെ കാലമാണ്. അയൽപ്പക്ക ബന്ധവും സൗഹൃദവും ഒരുമയും ഊട്ടിയുറപ്പിച്ചിരുന്ന ഒരു കാർഷിക വൃത്തിയായിരുന്നു കപ്പവാട്ട്. മലനാട്ടിലെ ഓരോ വീട്ടുകാരും തങ്ങൾക്ക് ഒരു വർഷത്തേക്ക് ആവശ്യമായ കപ്പ വാട്ടി പത്തായത്തിലോ അരിപ്പെട്ടിയിലോ ചണച്ചാക്കിലോ സൂക്ഷിച്ചു വയ്ക്കുക എന്നത് ഒരു രീതിയായിരുന്നു. കപ്പവാട്ട് ഓരോ വീടുകളിലും ഒരു ആഘോഷം തന്നെയായി മാറിയിരുന്നു. കുട്ടികളും മുതിർന്നവരും അങ്ങനെ കുടുംബത്തിലെല്ലാവരും ഒപ്പം അയൽപ്പക്കക്കാരും ഇതിൽ സർവാത്മന പങ്കാളികളായിരുന്നു. ആരും കാഴ്ചക്കാരല്ല. മലനാട് ഇടനാട് എന്നൊക്കെ പറയുന്ന ആ പ്രദേശത്ത് വരുന്ന ജില്ലകളാണ് ഇടുക്കി, വയനാട് തുടങ്ങിയ ജില്ലകൾ. ഇടനാട് എന്നൊക്കെ പറയുമ്പോൾ പത്തനംതിട്ട, മലപ്പുറം, പാലക്കാട്, കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, തൃശ്ശൂർ, എറണാകുളം, തിരുവനന്തപുരം, കൊല്ലം എന്നീ ജില്ലകളുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും ഇടനാട്ടിൽ ഉൾപ്പെടുന്നു. അപ്പം ഈ പ്രദേശങ്ങളിലൊക്കെ, ഈ ജില്ലകളിലൊക്കെ ആയി, അതായത് പല ഭാഗങ്ങളും മലയോര പ്രദേശങ്ങളെ കാണിക്കും. ഇടുക്കി പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ കപ്പ അല്ലെങ്കിൽ മരച്ചീനി ഒരു പ്രധാന കാർഷിക വിളയാണ്. അതൊരു കൂട്ടായ്മയുടെ കഥയാണ് എന്നാണ് ലേഖനത്തിൽ പറയുന്നത്. കപ്പയും മീനും പോഷക സമ്പുഷ്ടമായ ഒരു കോമ്പിനേഷനാണ്. ഇപ്പോഴും അത് വളരെ ഫേമസ് ആയ ഒരു കോമ്പിനേഷൻ തന്നെയാണ് കപ്പയും മീനും. അപ്പോൾ കപ്പവാട്ടിനെ കുറിച്ചാണ് ഈ ലേഖനത്തിൽ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ചരിത്രത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. തിരുവിതാംകൂറിൽ നിന്നുള്ള കുടിയേറ്റ കർഷകരാണ് മലബാറിലേക്ക് ഈ കപ്പ കൃഷി പറിച്ചു നടുന്നത്. മലബാറിൻ്റെ മണ്ണിൽ അധ്വാനത്തിൻ്റെ ഇതിഹാസം, സാഹസികരായ കുടിയേറ്റക്കാരെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതായത് ഭൂമിയോട് പ്രകൃതിയോടൊക്കെ പടവെട്ടിയാണ് അവർ ഈ കൃഷി അവിടെ കൊണ്ടുവന്നത്. കാരണം മലയോര പ്രദേശങ്ങൾ പലപ്പോഴും കാലാവസ്ഥ അവർക്ക് അനുകൂലമാകാറില്ല. എങ്കിലും അധ്വാനികളായ അവരെ ചേട്ടന്മാർ എന്നാണ് വിളിച്ചിരുന്നത്. ചേട്ടന്മാരുടെ അവർ ഉണ്ടാക്കുന്ന ആ കപ്പ കൃഷി, ആ വിളയെ അവർ ചേട്ടന്മാരുടെ വിളയായിട്ടാണ് കണ്ടിരുന്നത്. അപ്പോൾ ഡിസംബർ ജനുവരി മാസങ്ങളിലാണ് ഈ നാട്ടിൽ കപ്പവാട്ടിൻ്റെ കാലം. അതൊരു വലിയ ഉത്സവമാണെന്നാണ് എഴുത്തുകാരൻ പറയുന്നത്. അയൽപ്പക്ക ബന്ധവും സൗഹൃദവും ഒക്കെ ഊട്ടി ഉറപ്പിക്കുന്ന ഒരു കാർഷിക വൃത്തിയാണ് കപ്പവാട്ട്. എല്ലാവരും അതിൽ പങ്കാളികളാണ്. എല്ലാ വീടുകളിലും, ഈ കപ്പ കൃഷിയുള്ള എല്ലാ വീടുകളിലും അതൊരു ഉത്സവമായിരുന്നു. കുടുംബത്തിലെ ചെറിയ കുട്ടികൾ മുതൽ വലിയവർ വരെ അതിൽ പങ്കാളികളാണ്. ആരും കാഴ്ചക്കാരല്ല. പോരാതെ അയൽപ്പക്കക്കാരും അവരെ അതിന് സഹായിക്കുമായിരുന്നു. ഓരോരുത്തരും തങ്ങളാൽ കഴിയുന്ന ജോലികൾ ചെയ്യുന്നു. അക്ഷരാർത്ഥത്തിൽ ഇതൊരു കാർഷിക പാരസ്പര്യമായിരുന്നു. കാർഷിക പാരസ്പര്യം എന്നാൽ ആശ്രയത്വം, കാർഷികപരമായിട്ടുള്ള ആശ്രയത്വം. അപ്പോൾ അതായത് കപ്പ കൃഷി നടത്തുന്ന വീട്ടുകാർ മാത്രമല്ല, അയൽപ്പക്കക്കാരും അവരെ സഹായിക്കുന്നു എന്ന് പറയുമ്പോൾ അത് പണ്ടും അങ്ങനെയാണല്ലോ. അയൽ വീടുകൾ തമ്മിൽ വളരെ അടുത്ത ബന്ധമാണുള്ളത്. ഒരേ കുടുംബം പോലെ കഴിഞ്ഞിരുന്നവരാണ് ഒരു കാലത്ത് അയൽപ്പക്കക്കാർ, അല്ലെ? ഒരു വീട്ടിൽ ഒരു കറി ഉണ്ടാക്കിയാൽ അത് അടുത്ത വീടുകളിലും എത്തുന്നു. അങ്ങനെ പരസ്പരം അവർ ഭക്ഷണം കൈമാറുന്നു. അതുപോലെ തന്നെയാണ് ഈ കൃഷിയുടെ കാര്യത്തിലും. ഒരു വീട്ടിലുള്ളവർ കഷ്ടപ്പെടുക എന്നുള്ളതല്ല, അയൽപ്പക്കക്കാർ പോലും അതിന് സഹായിക്കുന്നു എന്നുള്ളതാണ്. കപ്പ വാട്ടി ഉണക്കുവാനുള്ള പാറയൊരുക്കുക എന്നതാണ് ആദ്യപടി. ചിക്കുപായയിലോ ഇന്നത്തെ പോലെ സിൽപോളിൻ ഷീറ്റിലോ അല്ല കപ്പ ഉണക്കുന്നത്. കൃഷി സാധ്യമല്ലാത്ത വിശാലമായ പാറപ്പുറത്താണ് കപ്പ ഉണക്കുന്നത്. കപ്പവാട്ട് സീസണു മുമ്പായി ഈ പാറപ്പുറം നന്നായി തൂത്ത് വൃത്തിയാക്കും. 1.5 ടൺ കപ്പ ഉണക്കിയെടുക്കാൻ കഴിയുന്നത്ര വിശാലമായ പാറയുണ്ടായിരുന്നു. കർഷകർ പരസ്പരം ആലോചിച്ച് കപ്പ വാട്ടുന്ന തീയതിയും മറ്റും നേരത്തെ തീർച്ചയാക്കും. ഈ തീയതി തെറ്റിക്കാൻ പാടില്ലെന്നത് പരസ്പര വിശ്വാസത്തിൽ അധിഷ്ഠിതമായ തീരുമാനമായിരുന്നു.
കപ്പവാട്ടിനും കപ്പ ഉണക്കുന്നതിനുമെല്ലാം പരസ്പരം സഹായിക്കേണ്ടതിനാൽ ഒരു ടൈം ടേബിൾ ഇട്ടു തന്നെയാണ് മലനാട്ടിലെ ഗ്രാമീണ കർഷകർ കപ്പവാട്ടിൻ്റെ കാര്യങ്ങൾ ക്രമീകരിച്ചിരുന്നത്. കപ്പ പറിച്ചെടുക്കുന്നതിൻ്റെ തലേ ദിവസം തന്നെ ഇലയും മറ്റും ഒടിച്ചു നിർത്തും. ശരാശരി ഒരു മൂട് കപ്പ ചുരുങ്ങിയത് 15 കിലോഗ്രാം വരെ ഉണ്ടാകും. കപ്പത്തണ്ടിൽ കുറുകെ ഒരു കഴ വെച്ചുകെട്ടി ആ കഴയിൽ പിടിച്ചാണ് കപ്പ പറിക്കുന്നത്. കപ്പയുടെ തൊലി പൊളിക്കുന്നത് സ്ത്രീകളാണ്. കപ്പ അരിയുന്നത് പുരുഷന്മാരും. സ്ത്രീകൾ പൊളിച്ചിടുന്ന കപ്പ 2ഉം 3ഉമായി എടുത്ത് അരിയാനായി മുതിർന്നവരുടെ കൈകളിൽ എത്തിക്കുന്നത് കൊച്ചുകുട്ടികളാണ്. അണ്ണാറക്കണ്ണനും തന്നാലായത്. അരിഞ്ഞ കപ്പ ചെമ്പിലിട്ടാണ് വാട്ടിയെടുക്കുന്നത്. നന്നായി കഴുകി വൃത്തിയാക്കി ചെമ്പിൽ നിറച്ച് കപ്പ മുങ്ങിക്കിടക്കാൻ പാകത്തിൽ വെള്ളം നിറച്ചാണ് വാട്ടുന്നത്. പതയും തിളയും കണക്കാക്കി ചെമ്പിൽ നിന്നും കപ്പ വാരുന്നതിന് നെടുനാളത്തെ പരിചയത്തിലൂടെയുള്ള ഒരു കൈത്തിട്ടം കർഷകർക്കുണ്ട്. കപ്പ പാകത്തിന് വെന്തില്ലെങ്കിലും വേവ് കൂടിയാലും പ്രശ്നമുണ്ട്. വാട്ടുകപ്പയുടെ നിറത്തെയും രുചിയെയും അത് ബാധിക്കും. കപ്പ വാട്ടുന്നതിൻ്റെ മുന്നൊരുക്കങ്ങളെ കുറിച്ചാണ് ആദ്യം പറയുന്നത്. ആദ്യം ചെയ്യേണ്ടത് അതിനു വേണ്ടിയിട്ടുള്ള പാറ ഒരുക്കുക എന്നുള്ളതാണ്. ഇന്നത്തെ പോലെ ഷീറ്റിലോ അല്ലെങ്കിൽ പായയിലോ ഒന്നുമല്ല ഉണക്കുന്നത്. ഏകദേശം 1-1.5 ടണ്ണോളം കപ്പയുണ്ട്. അപ്പോൾ അതൊക്കെ ഒരുക്കുന്നതിന് വേണ്ടി അത്രയും വിസ്താരമുള്ള പാറകൾ അന്നുണ്ടായിരുന്നു. അതിങ്ങനെ തൂത്ത് വൃത്തിയാക്കുക, അടിച്ച് വൃത്തിയാക്കുന്നതാണ് ആദ്യത്തെ പണി. പിന്നീട് ഈ കർഷകർ മുൻകൂട്ടി തീരുമാനിക്കും ഏത് തീയതിയാണ് കപ്പ വാട്ടേണ്ടത്. ആ തീയതി നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ തീയതിയിൽ നിന്ന് മാറരുത്. ആ കൃത്യ ദിവസം തന്നെ അത് നടത്തണം എന്നുള്ളത് പരസ്പര വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു തീരുമാനമാണ്. ഈ അയൽപ്പക്കക്കാരും അതിൽ പങ്കാളികളാണ് എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. അവരുടെ സൗഹൃദവും കൂട്ടായ്മയുമാണ് അത് കാണിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും തിരക്കുണ്ടെങ്കിൽ പോലും ആ ദിവസം അയൽപ്പക്കക്കാർ പോലും അതെല്ലാം മാറ്റിവെച്ച് ഈ കപ്പ വാട്ടുന്നതിന് അവരോടൊപ്പം കൂടും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു ടൈം ടേബിൾ ഇട്ടാണ് ഈ ഗ്രാമീണ കർഷകർ ഇതിനുള്ള കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചിരുന്നത് എന്ന് പറയുന്നു. പിന്നീട് ഈ കപ്പ വാട്ടുന്നതിൻ്റെ തലേ ദിവസം തന്നെ അതിൻ്റെ ഇലയും മറ്റുമൊക്കെ ഒടിച്ചു വയ്ക്കും. ഏകദേശം 15 കിലോഗ്രാം വരെ ആ കപ്പ ഒരു മൂട് കപ്പയിൽ നിന്ന് നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ കപ്പത്തണ്ടിൽ കുറുകെ ഒരു കഴ വെച്ച് കെട്ടുക. ഒരു വടിയോ അല്ലെങ്കിൽ മുളന്തണ്ടോ വെച്ച് കുറുകെ കെട്ടുന്നതാണ് കഴ വെച്ച് കെട്ടുക എന്ന് പറയുന്നത്. അങ്ങനെ കെട്ടി അതിൽ പിടിച്ചാണ് ഈ കപ്പ പറിക്കുന്നത്. അതെന്തിനാണെന്ന് വെച്ചാൽ ഈ അടിയിലുള്ള കിഴങ്ങ്, മണ്ണിനടിയിലേക്ക് പോയിരിക്കുന്ന ഈ കിഴങ്ങ് പരമാവധി പൊട്ടാതെ വലിച്ചെടുക്കുന്നതിനാണ് ഈ കഴ വെച്ച് കെട്ടുന്നത്. പിന്നീട് അത് വൃത്തിയാക്കുന്ന ജോലിയാണ്. അതിൻ്റെ തൊലിയൊക്കെ പൊളിക്കുന്നത് സ്ത്രീകളാണ്, അരിയുന്നത് പുരുഷന്മാരാണ്. എങ്കിലും ഈ തൊലി പൊളിച്ചെടുക്കുന്നതിനനുസരിച്ച് അത് പുരുഷന്മാരുടെ കൈകളിൽ എത്തിക്കുന്നത് ചെറിയ കുട്ടികളാണ്. അപ്പോൾ അങ്ങനെ ചെറിയ കുട്ടികൾ പോലും ആ കപ്പ വാട്ടിലിൻ്റെ പ്രവൃത്തിയിൽ പങ്കാളികളാകുന്നു. അതാണ് അണ്ണാറക്കണ്ണനും തന്നാലായത് എന്ന് പറയുന്നത്. പിന്നീട് ഈ അരിഞ്ഞു വെച്ച കപ്പയൊക്കെ നന്നായി വൃത്തിയായി കഴുകി വലിയൊരു ചെമ്പിൽ നിറയ്ക്കുന്നു. അത് മുങ്ങിക്കിടക്കാൻ പറ്റുന്ന രീതിയിൽ വെള്ളമൊഴിച്ച് അടുപ്പത്ത് വെക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണത് വാട്ടുന്നത്, കപ്പ വാട്ടുന്നത്. അപ്പോൾ അതിൽ ഈ തിളയ്ക്കുന്നതിനും ഒരു പാകമുണ്ട്. അതിൻ്റെ പതയും തിളയും ഒക്കെ കണക്കാക്കി ചെമ്പിൽ നിന്ന് കപ്പ വാരുന്നതിന് നെടുനാളത്തെ പരിചയം വേണം എന്നാണ് പറയുന്നത്. അതായത് അതിൻ്റെ വേവ് കൂടിയാലും കുറഞ്ഞാലും പ്രശ്നമാണ്. അതുകൊണ്ട് കൃത്യമായ വേവ് എന്നുള്ളത് പരിചയസമ്പന്നരായ കർഷകർക്ക് മാത്രമേ അത് അറിയൂ. അപ്പോൾ അതൊരു കൈത്തഴക്കം തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. ഇനി അഥവാ അങ്ങനെ കൂടിയാലും കുറഞ്ഞാലും അത് എന്തിനെ ബാധിക്കും? അതിൻ്റെ രുചിയെയും അതിൻ്റെ വാട്ടുകപ്പയുടെ നിറത്തെയും ഒക്കെ ബാധിക്കും. നന്നേ വെളുപ്പിനെ ആരംഭിക്കുന്ന കപ്പവാട്ടു ജോലികൾ രാത്രി ഏറെ വൈകുവോളം തുടരും. ശ്രമദാനമായി ഇതിൽ പങ്കുചേരുകയും പണിയെടുക്കുകയും ചെയ്യുന്നവർക്ക് ഭക്ഷണമുണ്ടായിരുന്നു. ജോലിയുടെ ആയാസം അറിയാതിരിക്കാൻ നാടൻ പാട്ടുകളും തനത് പ്രത്യേകതയായിരുന്നു. പച്ചക്കപ്പ വേവിച്ചതും ആറ്റുമീൻ കറിവെച്ചതുമായിരുന്നു പ്രധാന ഭക്ഷണം. അധ്വാനത്തിൻ്റെ കഷ്ടപ്പാടുണ്ടെങ്കിലും പരസ്പരം എല്ലാവർക്കും സന്തോഷവും സംതൃപ്തിയുമേകുന്ന ഒരു കൂട്ടായ്മയായിട്ടാണ് ഓരോ വീടും കേന്ദ്രീകരിച്ചുള്ള 2-3 ദിവസത്തെ കപ്പവാട്ട് പര്യവസാനിക്കുന്നത്. ഇതിനാവശ്യമായ കത്തി, വല്ലം, ചെമ്പ് തുടങ്ങിയവയെല്ലാം എല്ലാവരും പരസ്പരം ഉപയോഗിക്കുകയും ചെയ്യുമായിരുന്നു.
കപ്പവാട്ടുകാലത്ത് ഓർക്കാപ്പുറത്തൊരു മഴ വന്നാൽ മലനാട്ടിലെ ഗ്രാമീണ കർഷകരുടെ യഥാർത്ഥ ഒത്തുചേരൽ അപ്പോഴാണ് അനുഭവവേദ്യമാകുക. എല്ലാവരും ഉച്ചത്തിൽ കൂകി വിളിച്ച് ആളെ കൂട്ടും. എല്ലാവരും ചേർന്ന് യുദ്ധകാലാടിസ്ഥാനത്തിൽ പാറപ്പുറത്ത് നിരത്തിയിരിക്കുന്ന വാട്ടുകപ്പ നനയാതെ വാരിയെടുക്കും. കപ്പവാട്ടു സീസണിൽ മലനാട്ടിലെ ഉൾനാടൻ പ്രദേശങ്ങളിലൂടെ കടന്നുപോയാൽ എല്ലാ പാറക്കെട്ടുകളിലും വെള്ളപ്പൊട്ടുപോലെ വാട്ടുകപ്പ ഉണക്കുവാനായിട്ടിരിക്കുന്നത് ഒരു കൗതുക കാഴ്ചയായിരുന്നു. നമ്മുടെ മലമ്പുരയിടങ്ങളിലെല്ലാം റബ്ബർ എന്ന അത്ഭുത വിളയുടെ അധിനിവേശം ഉണ്ടാകുന്നതിന് മുമ്പുള്ള സ്വാർത്ഥമോഹമില്ലാത്ത കൂട്ടായ്മയുടെ കഥയും കാര്യവുമാണിത്. ഇപ്പോഴും അപൂർവമായി മലനാട്ടിൽ അങ്ങിങ്ങായി ബാക്കി നിൽക്കുന്നുണ്ട് ഭക്ഷണമൊരുക്കലിൻ്റെ ഈ സഹവർത്തിത്വം. അതിൻ്റെ ആരവങ്ങൾക്കും അണിയറ പ്രവർത്തനങ്ങൾക്കും മിടുക്കും മോടിയും നന്നേ കുറഞ്ഞു പോയിരിക്കുന്നു. ഭക്ഷ്യസുരക്ഷ എന്ന വലിയ മുദ്രാവാക്യത്തിന് മുന്നിൽ വിനീതരാകുന്ന ലോകജനത മലനാട്ടിലെ കർഷകരുടെ ഈ പഴയകാല നന്മയ്ക്ക് മുന്നിൽ ഒരു നിമിഷം നിൽക്കട്ടെ. ഓരോരുത്തരും എല്ലാവർക്കും വേണ്ടി, എല്ലാവരും ഓരോരുത്തർക്കും വേണ്ടി എന്ന ഉദാത്തമായ ആശയത്തെ പ്രാവർത്തികമാക്കുകയായിരുന്നു ഇവിടുത്തെ കർഷകരും കർഷക കുടുംബങ്ങളും. ശ്രമദാനമായി, എന്നാൽ പ്രതിഫലേച്ഛയില്ലാതെ. അപ്പോൾ അയൽപ്പക്കക്കാരും ഇതിൽ കൂടെ ചേരുന്നു എന്ന് പറയുന്നുണ്ട്. അവരാരും എന്തെങ്കിലും ഒന്ന് പ്രതീക്ഷിച്ചിട്ടല്ല കൂടെ കൂടുന്നത്. ഒറ്റയ്ക്ക് ഒരാൾ കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ, അല്ലെങ്കിൽ ഒരു കുടുംബം ഒറ്റയ്ക്ക് കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ അവരെ സഹായിക്കാൻ കൂടുക എന്നുള്ളതാണ്. പക്ഷേ എങ്കിലും ഇവരൊക്കെ ഈ കപ്പ വാട്ടുന്നതിനനുസരിച്ച് പരസ്പരം കൈമാറും. തീർച്ചയായും അത് അന്നത്തെ ഒരു സമ്പ്രദായമാണ്. ഉള്ളതിൽ അധികം ഉണ്ടെങ്കിൽ അതിലൊരു പങ്ക് അയൽവാസികൾക്കും കൊടുക്കുക എന്നുള്ളത് നന്മ നിറഞ്ഞ ഗ്രാമത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് തന്നെ കാണാം. ഇങ്ങനെ ജോലിയുടെ ആയാസം ഉണ്ടെങ്കിൽ പോലും എല്ലാവരും അത് വളരെ സന്തോഷത്തോടു കൂടിയാണ് ചെയ്തിരുന്നത്. ജോലിയുടെ ആയാസം എന്ന് വെച്ചാൽ പ്രയാസം, അത് അറിയാതിരിക്കാൻ നാടൻ പാട്ടുകൾ പാടിയിരുന്നു എന്നുള്ളതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇനി എല്ലാവർക്കും ഒരേ വീട്ടിൽ ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും പ്രത്യേക ഭക്ഷണമുണ്ട്. പ്രത്യേകിച്ചും ആറ്റുമീൻ കറി വെച്ചതും പച്ചക്കപ്പ വേവിച്ചതുമാണ് പ്രധാന ഭക്ഷണം. ഇങ്ങനെ ഓരോ വീടും കേന്ദ്രീകരിച്ചുള്ള ഒരു കൂട്ടായ്മയുടെ, അല്ലെങ്കിൽ സംതൃപ്തിയേകുന്ന ഒരു കൂട്ടായ്മയായിട്ടാണ് ഈ കപ്പവാട്ട് ദിവസങ്ങൾ അവസാനിക്കുക. ഇനി ഇതിനാവശ്യമായിട്ടുള്ള കത്തി, വല്ലം, ചെമ്പ് ഇതൊക്കെ എല്ലാം ഒരു വീട്ടിൽ തന്നെ ഉണ്ടാകണം എന്നില്ല. അയൽ വീടുകളാണെങ്കിൽ അവരതെല്ലാം പരസ്പരം കൈമാറി ഉപയോഗിക്കാറുണ്ട്. കപ്പവാട്ടുകാലത്ത് ഇനി ഓർക്കാപ്പുറത്തൊരു മഴ എങ്ങാനും വന്നാലാണ് അവരുടെ ഒത്തൊരുമ, ആ ഗ്രാമീണ കർഷകരുടെ യഥാർത്ഥ ഒത്തുചേരൽ അപ്പോഴാണ് അനുഭവവേദ്യമാകുക. എന്ന് വെച്ചാൽ മനസ്സിലാക്കാൻ കഴിയുക. എല്ലാവരും ഉച്ചത്തിൽ കൂകി വിളിച്ച് ആളെ കൂട്ടും. എല്ലാവരും ഒരുമിച്ച് വന്ന് ഈ വലിയ പാറപ്പുറത്ത് നിരത്തിയിരിക്കുന്ന വാട്ടുകപ്പകളൊന്നും നനയാതെ വാരിയെടുക്കും. അപ്പോൾ അതൊരു കുടുംബത്തിൻ്റെ, ഒരു കർഷക കുടുംബത്തിൻ്റെ വിള ആണെങ്കിൽ പോലും അത് നനയാതെ സംരക്ഷിക്കുക എന്നുള്ളതൊരു കൂട്ടായ ഉത്തരവാദിത്തമായിട്ടാണ് അവർ കണക്കാക്കിയിരുന്നത്. അതായത് നിസ്വാർത്ഥമായിട്ടുള്ള ഒത്തുചേരലാണ് അതെന്ന് മനസ്സിലാക്കാം. ഇനി ഇദ്ദേഹം പറയുന്നത്, ലേഖനത്തിൻ്റെ അവസാനം പറയുന്നത്, ഇന്ന് അതൊക്കെ കപ്പ എന്നുള്ളത് ഇന്നിപ്പോൾ അത്രയും പ്രചാരത്തിലല്ല. അതിനൊരു കാരണം റബ്ബർ എന്ന അത്ഭുത വിളയുടെ കടന്നുവരവാണ്. അതോടുകൂടി പലയിടങ്ങളിലും കപ്പ കൃഷി ചെയ്യുന്നത് നിർത്തി. വളരെ അപൂർവമായി ചിലയിടങ്ങളിൽ മാത്രമാണ് ഇപ്പോഴുള്ളത്. മുൻകാലങ്ങളിൽ അങ്ങനെയല്ല. ആ പ്രദേശങ്ങൾ, ഉൾനാടൻ പ്രദേശങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പാറക്കെട്ടുകളിലൊക്കെ ഇങ്ങനെ വെള്ളപ്പൊട്ട് പോലെ വാട്ടുകപ്പ ഉണക്കാനിട്ടിരിക്കുന്നത് ഒരു കൗതുകം നിറഞ്ഞ കാഴ്ചയാണ്. പക്ഷേ ഇന്ന് ഇക്കാലത്ത് അത് വളരെ കുറവാണ്. അപൂർവമാണെങ്കിലും ഉണ്ട്. ഇനി പറയുന്നത് ഭക്ഷണം ഒരുക്കുന്നതിൻ്റെ ആ സഹവർത്തിത്വം, അല്ലെ, എല്ലാവർക്കും വേണ്ടി ഭക്ഷണം ഒരുക്കുക, അല്ലെ, അന്നം നൽകുക, അത് കൂട്ടായ്മയിൽ ഒത്തുചേരുമ്പോഴുണ്ടാകുന്ന ആ ഒരു സന്തോഷവും സംതൃപ്തിയും ഒന്ന് വേറെ തന്നെയാണ്. അതിൻ്റെ മിടുക്കും മോടിയും ഒക്കെ ഇന്ന് നന്നായി കുറഞ്ഞിട്ടുണ്ട് എന്നും ലേഖകൻ ഇവിടെ പറയുന്നുണ്ട്. ഇപ്പോൾ ലോകജനത മലനാട്ടു കർഷകരുടെ ആ പഴയകാല നന്മയെക്കുറിച്ച് ഓർക്കേണ്ടിയിരിക്കുന്നു, അല്ലേ? ഭക്ഷ്യസുരക്ഷ എന്നുള്ളത് ഇന്ന് മിക്ക നാടുകളിലും വലിയൊരു പ്രശ്നമാണ്. നമ്മുടെ കൊച്ചു കേരളത്തിൽ തന്നെ അരിക്കും പച്ചക്കറികൾക്കും ഒക്കെ നമ്മൾ അന്യ സംസ്ഥാനങ്ങളെയാണ് ആശ്രയിക്കുന്നത്, അല്ലേ?
അതല്ലാതെ നമ്മൾ സ്വയം പര്യാപ്തരാകേണ്ടതുണ്ട്. ഇതുപോലെ ഒരു പാരമ്പര്യം നമുക്കുണ്ട് അല്ലേ? എല്ലാ കൂട്ടായ്മയോടുകൂടി ഒരു കാർഷിക സംസ്കാരത്തെ നമ്മൾ വളർത്തിക്കൊണ്ടുവന്നിരുന്നു. പിന്നീട് എപ്പോഴോ അതൊക്കെ നമുക്ക് കൈമോശം വന്നുപോയി. അപ്പോൾ അത് തിരിച്ചു പിടിക്കേണ്ടതുണ്ട് എന്നാണ് ഇവിടെ ലേഖകൻ സൂചിപ്പിക്കുന്നത്. ലോകജനത ഇന്നത് ഓർക്കേണ്ടിയിരിക്കുന്നു. ഈ പഴയകാല നന്മയ്ക്ക് മുന്നിൽ ഒരു നിമിഷം അവർ നിൽക്കട്ടെ. ഓരോരുത്തരും എല്ലാവർക്കും വേണ്ടി, എല്ലാവരും ഓരോരുത്തർക്കും വേണ്ടി എന്നൊരു ഉദാത്തമായ ആശയമാണ് ഇവിടെ ലേഖകൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു ഭക്ഷണം അല്ലെങ്കിൽ ഒരു കൃഷി വിള ഉണ്ടാക്കുമ്പോഴും അത് തനിക്ക് മാത്രമല്ല, തൻ്റെ അയൽപ്പക്കക്കാർക്കും മറ്റുള്ളവർക്കും കൂടി വേണ്ടിയതാണ്. പ്രകൃതി അങ്ങനെയാണ് അല്ലേ? പ്രകൃതിയിൽ വിളയുന്ന എല്ലാതും എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. ആ ഒരു ആശയം ഇവിടെ ഈ കപ്പമാട്ട് കാലത്തിൽ നമുക്ക് കാണാം. അതുപോലെ തന്നെ ആവട്ടെ തുടർന്നുള്ള കാലങ്ങളും നമ്മുടെ കൊച്ചു കേരളവും ആ രീതിയിൽ ഭക്ഷ്യസുരക്ഷ നേടണം എന്നുള്ളൊരു സന്ദേശം കൂടി ഈ ലേഖനത്തിൻ്റെ അവസാനത്തിൽ മുരളീധരൻ തഴക്കര നൽകുന്നുണ്ട്. ഇനി നമുക്ക് പാഠഭാഗവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വിശദാംശങ്ങൾ കണ്ടെത്താം. പാഠഭാഗം വായിച്ച് താഴെ കൊടുത്തിരിക്കുന്ന സൂചനകളുടെ വിശദാംശങ്ങൾ കണ്ടെത്തുക. കപ്പവാട്ടിൻ്റെ ഒരുക്കം, അതിനെക്കുറിച്ച് എന്തൊക്കെയാണ് ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം. കപ്പവാട്ടിൽ ആദ്യത്തേത് അത് ഉണക്കുവാനുള്ള പാറയൊരുക്കുക എന്നതാണ്. കൃഷി സാധ്യമല്ലാത്ത വിശാലമായ പാറപ്പുറത്താണ് കപ്പ ഉണക്കുന്നത്. കപ്പവാട്ട് സീസണു മുമ്പായി ഈ പാറപ്പുറം നന്നായി തൂത്ത് വൃത്തിയാക്കും. കർഷകർ പരസ്പരം ആലോചിച്ച് കപ്പ വാട്ടുന്ന തീയതിയും മറ്റും നേരത്തെ തീർച്ചയാക്കും. ഈ തീയതി തെറ്റിക്കാൻ പാടില്ലെന്നത് പരസ്പര വിശ്വാസത്തിൽ അധിഷ്ഠിതമായ തീരുമാനമായിരുന്നു. കപ്പ പറിച്ചെടുക്കുന്നതിൻ്റെ തലേ ദിവസം തന്നെ ഇലയും മറ്റും ഒടിച്ചു നിർത്തും. ഇത്രയുമാണ് കപ്പവാട്ടിൻ്റെ ഒരുക്കം. ഇനി അടുത്തത് കൂട്ടായ്മയുടെ ഉത്സവം. അയൽപ്പക്ക ബന്ധവും സൗഹൃദവും ഒരുമയും ഊട്ടിയുറപ്പിച്ചിരുന്ന ഒരു കാർഷിക വൃത്തിയായിരുന്നു കപ്പവാട്ട്. അത് ഓരോ വീടുകളിലും ഒരു ആഘോഷം തന്നെയായി മാറിയിരുന്നു. കുട്ടികളും മുതിർന്നവരും അങ്ങനെ കുടുംബത്തിലെ എല്ലാവരും ഒപ്പം അയൽപ്പക്കക്കാരും ഇതിൽ സർവാത്മന പങ്കാളികളായിരുന്നു. ആരും കാഴ്ചക്കാരല്ല. ഓരോരുത്തരും തങ്ങളാൽ കഴിയുന്ന ജോലികൾ ചെയ്യുന്നു. അക്ഷരാർത്ഥത്തിൽ ഇതൊരു കാർഷിക പാരസ്പര്യമായിരുന്നു. കപ്പ വാട്ടിനും കപ്പ ഉണക്കുന്നതിനും എല്ലാം പരസ്പരം സഹായിക്കേണ്ടതിനാൽ ഒരു ടൈം ടേബിൾ ഇട്ടു തന്നെയാണ് മലനാട്ടിലെ ഗ്രാമീണ കർഷകർ കാര്യങ്ങൾ ക്രമീകരിച്ചിരുന്നത്. കപ്പയുടെ തൊലി പൊളിക്കുന്നത് സ്ത്രീകളും കപ്പ അരിയുന്നത് പുരുഷന്മാരുമാണെങ്കിൽ കപ്പ 2-3 എടുത്ത് അരിയാനായി മുതിർന്നവരുടെ കൈകളിൽ എത്തിക്കുന്നത് കൊച്ചുകുട്ടികളാണ്. ഇതിൽ പങ്കുചേരുകയും പണിയെടുക്കുകയും ചെയ്യുന്നവർക്ക് ഭക്ഷണമുണ്ടായിരുന്നു. ജോലിയുടെ ആയാസം അറിയാതിരിക്കാൻ നാടൻ പാട്ടുകളും തനത് പ്രത്യേകതയായിരുന്നു. പച്ചക്കപ്പ വേവിച്ചതും ആറ്റുമീൻ കറിവെച്ചതുമായിരുന്നു പ്രധാന ഭക്ഷണം. അധ്വാനത്തിൻ്റെ കഷ്ടപ്പാടുണ്ടെങ്കിലും പരസ്പരം എല്ലാവർക്കും സന്തോഷവും സംതൃപ്തിയുമേകുന്ന ഒരു കൂട്ടായ്മയായിട്ടാണ് ഓരോ വീടും കേന്ദ്രീകരിച്ചുള്ള 2-3 ദിവസത്തെ കപ്പവാട്ട് അവസാനിക്കുന്നത്. അടുത്തത് മഴ വരുമ്പോഴുള്ള ഒത്തുചേരൽ. കപ്പവാട്ടുകാലത്ത് ഓർക്കാപ്പുറത്ത് ഒരു മഴ വന്നാൽ മലനാട്ടിലെ ഗ്രാമീണ കർഷകരുടെ യഥാർത്ഥ ഒത്തുചേരൽ അപ്പോഴാണ് അനുഭവപ്പെടുക. എല്ലാവരും ഉച്ചത്തിൽ കൂകി വിളിച്ച് ആളെ കൂട്ടും. എല്ലാവരും ചേർന്ന് യുദ്ധകാലാടിസ്ഥാനത്തിൽ പാറപ്പുറത്ത് നിരത്തിയിരിക്കുന്ന വാട്ടുകപ്പ നനയാതെ വാരിയെടുക്കും. ഇനി അടുത്ത ചോദ്യം, കുറിപ്പ് തയ്യാറാക്കുക. ഓരോരുത്തരും എല്ലാവർക്കും വേണ്ടി, എല്ലാവരും ഓരോരുത്തർക്കും വേണ്ടി എന്ന ഉദാത്തമായ ആശയത്തെ ഊട്ടി ഉറപ്പിക്കുന്നതാണ് കപ്പവാട്ട്. നിങ്ങളുടെ പ്രദേശത്ത് കൂട്ടായ്മയുടെ ഇത്തരം പ്രവർത്തനങ്ങൾ ഉണ്ടോ? അന്വേഷിച്ച് കണ്ടെത്തി ക്ലാസ്സിൽ അവതരിപ്പിക്കുക. അപ്പോൾ നിങ്ങളുടെ പ്രദേശത്തുള്ള ഇത്തരത്തിലുള്ള കൂട്ടായ്മയെക്കുറിച്ചാണ് കുറിപ്പ് തയ്യാറാക്കാനായി പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ പ്രദേശത്ത് അല്ലെങ്കിൽ സ്കൂളിലൊക്കെ ആകുമ്പോൾ സ്കൂൾ യുവജനോത്സവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു സഹകരണവും സൗഹൃദവും ഒത്തുചേരലും ഒക്കെ നമുക്കിവിടെ കുറിപ്പായി എഴുതാൻ. അതുപോലെ നിങ്ങളുടെ പ്രദേശത്ത് വരുന്ന കാര്യങ്ങൾ, ഒരുപക്ഷെ മട്ടുപാവിലുള്ള കൃഷിയായിരിക്കാം, കൂട്ടുകൃഷിയായിരിക്കാം, പൂവ് കൃഷിയായിരിക്കാം. ഓണത്തിന് ഒരു മുറം പച്ചക്കറി എന്നൊരു സംരംഭം ഉണ്ടായിരുന്നു, അങ്ങനെയായിരിക്കാം. ഇനി അതുമല്ലെങ്കിൽ കുടുംബശ്രീകൾ മുഖേന നടത്തുന്ന ചില ഒത്തുചേരലുകളായിരിക്കാം. അത് കൃഷിയായിരിക്കാം, ഭക്ഷണം പാകം ചെയ്യുന്നതായിരിക്കാം,
ഹോട്ടലുകൾ നടത്തുന്നതായിരിക്കാം. ഏതായാലും അത്തരത്തിലുള്ള കൂട്ടായ്മയിലൂടെ നടത്തപ്പെടുന്ന ഏത് സംരംഭവും നമുക്കിവിടെ കുറിപ്പായിട്ട് എഴുതാവുന്നതാണ്. ഇനി അടുത്ത ചോദ്യം സെമിനാറാണ്. കേരളത്തിൻ്റെ കാർഷിക രംഗം നേരിടുന്ന പ്രശ്നങ്ങൾ എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിക്കുക. സൂചനകൾ നൽകിയിട്ടുണ്ട്. കൃഷിഭൂമി കുറഞ്ഞു വരുന്നു, കൃഷി ചെയ്യുന്നതിനുള്ള താല്പര്യക്കുറവ്, കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വിപണിയും വിലയും കിട്ടുന്നില്ല എന്നിങ്ങനെ ചില സൂചനകൾ നൽകിയിട്ടുണ്ട്. അതിനു മുമ്പായി സെമിനാറിന് മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നോട്ടീസ്, പോസ്റ്റർ, ബാനർ എന്നിവ തയ്യാറാക്കണം, വിവരം ശേഖരിക്കണം, ലഭ്യമായ വിവരങ്ങൾ വിശകലനം ചെയ്യണം, സെമിനാർ പ്രബന്ധം തയ്യാറാക്കണം, അത് ഗ്രൂപ്പിൽ വായിച്ച് മെച്ചപ്പെടുത്തി പൊതുവായിട്ട് അവതരിക്കണം. ഇതൊക്കെ സെമിനാറിന് മുമ്പ് നടത്തേണ്ടതാണ്. നോട്ടീസും പോസ്റ്ററും ഒക്കെ എങ്ങനെയാണ് നിർമ്മിക്കേണ്ടത് എന്ന് മുൻ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി സെമിനാർ അവതരിപ്പിച്ചതിന് ശേഷം അതിൻ്റെ റിപ്പോർട്ട് തയ്യാറാക്കുക, പത്രവാർത്ത തയ്യാറാക്കുക, പത്രവാർത്ത മെച്ചപ്പെടുത്തുക. വീണ്ടും നമ്മൾ പത്രവാർത്തയൊക്കെ എങ്ങനെയാണ്, അതിൻ്റെ ഘടന എന്താണ് എന്നൊക്കെ മുൻ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇനി ഈ സെമിനാറിന് ആവശ്യമായിട്ടുള്ള പോയിന്റുകൾ എന്തൊക്കെയാണ്, എന്താണ് അതിൻ്റെ രൂപരേഖ എന്നൊക്കെ മനസ്സിലാക്കാം. സെമിനാർ രൂപരേഖ. വിഷയം: കേരളത്തിൻ്റെ കാർഷിക രംഗം നേരിടുന്ന പ്രശ്നങ്ങൾ. ലക്ഷ്യം: കേരളത്തിലെ കാർഷിക മേഖല നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ മനസ്സിലാക്കുക, കർഷകരുടെ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുക, കാർഷിക രംഗത്തിൻ്റെ പുനരുജ്ജീവനത്തിന് സാധ്യതകൾ ചർച്ച ചെയ്യുക. അവതാരിക: കേരളം കാർഷിക സമൃദ്ധിയാൽ പ്രശസ്തമായ ഒരു നാടാണ്. എന്നാൽ കാലാനുസൃതമായ മാറ്റങ്ങളും സാമൂഹ്യ സാമ്പത്തിക ഘടകങ്ങളും കാരണം ഇന്ന് കാർഷിക മേഖല വലിയ പ്രതിസന്ധികൾ നേരിടുകയാണ്. ഇനി സെമിനാർ വിഷയാവതരണം. ഭൂമിയുടെ അളവ് കുറയുന്നു, പാരമ്പര്യമായി ഭൂമി വിഭജിക്കപ്പെടുന്നത് കൃഷിയെ ബാധിക്കുന്നു, യുവതലമുറ കൃഷിയിൽ നിന്ന് പിന്മാറുന്നു, കൃഷി ലാഭകരമല്ലെന്ന ധാരണയുണ്ട് പലർക്കും, അപ്രതീക്ഷിത മഴയും വരൾച്ചയും, പ്രളയം, ഉരുൾപൊട്ടൽ തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങൾ, വളം, വിത്ത്, കീടനാശിനികൾ എന്നിവയുടെ വില വർദ്ധിക്കുന്നു, തൊഴിലാളികളുടെ കുറവും കൂലി വർധനവും, ഉൽപ്പന്നങ്ങൾക്ക് ന്യായവില ലഭിക്കാത്തത്, ഇടനിലക്കാരുടെ ചൂഷണം, പുതിയ രോഗങ്ങളും കീടങ്ങളും, ശാസ്ത്രീയ മാർഗനിർദ്ദേശങ്ങളുടെ അഭാവം. ഇതൊക്കെയാണ് പ്രധാന സൂചനകൾ. കേരളത്തിൻ്റെ കാർഷിക രംഗം നേരിടുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെയാണ്. ഇനി ചർച്ചാ സെക്ഷനിൽ എന്തൊക്കെയാണ് ചർച്ച ചെയ്യാവുന്നത്? കൃഷി വീണ്ടും ആകർഷകമാക്കാൻ എന്തെല്ലാം ചെയ്യാം? ജൈവ കൃഷിയുടെ സാധ്യതകൾ എന്തൊക്കെയാണ്? വിദ്യാർത്ഥികളുടെ പങ്ക് കാർഷിക രംഗത്ത് എങ്ങനെയൊക്കെ മെച്ചപ്പെടുത്താം? ഇതൊക്കെ ചർച്ചാ സെഷനിൽ നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ്. പരിഹാര മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നിർദ്ദേശിക്കാം. കൂട്ടുകൃഷി പ്രോത്സാഹിപ്പിക്കുക, ശാസ്ത്രീയ കൃഷി രീതികൾ നടപ്പിലാക്കുക, സർക്കാർ പദ്ധതികളുടെ ഫലപ്രദമായ ഉപയോഗം, കാർഷിക വിദ്യാഭ്യാസം ശക്തിപ്പെടുത്തുക. ഇനി സെമിനാർ അവസാനിപ്പിക്കേണ്ടത് സമാപനം. കേരളത്തിൻ്റെ കാർഷിക രംഗം സംരക്ഷിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ്. കാർഷിക മേഖല ശക്തമാകുമ്പോൾ മാത്രമേ സംസ്ഥാനത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയും സമൂഹവും വളരൂ. തുടർന്ന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് സെമിനാർ അവസാനിപ്പിക്കാം. പാഠഭാഗത്തിൻ്റെ ആശയം, തുടർന്നുള്ള പഠന പ്രവർത്തനങ്ങൾ ഇവയെല്ലാം മനസ്സിലാക്കി കാണുമെന്ന് കരുതുന്നു. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.